Dbxൻ്റെ ക്രോസ് ഓവറാണ്, 2 ചാനൽ ക്രോസ് ഓവർ. അതായത് നമുക്ക് സബ്ബൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് മിഡ്, ഹൈ, ലോ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ക്രോസ് ഓവറാണ്. അപ്പോൾ ഇത് പവർ ഓൺ ആവുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഡെഡാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ മാറി പുതിയ ട്രാൻസ്ഫോമർ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ആ സ്റ്റീൽ പ്ലേറ്റിനുള്ളിൽ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ. ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി LED-കളാണ് രണ്ടിലേക്ക് നമ്മുടെ മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓവർലോഡാണ് കാണിക്കുന്നത്. അതായത് കണ്ടിന്യൂറ്റി ഇല്ല, കറണ്ട് അതുവഴി പാസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ പ്രൈമറി വൈൻഡിങ് ബ്രേക്കാണ്. അപ്പം ട്രാൻസ്ഫോമർ ഡെഡായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പം ട്രാൻസ്ഫോമർ നമുക്ക് ക്യാബിനിൽ നിന്ന് അഴിച്ചിട്ട് പുതിയ ട്രാൻസ്ഫോമർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ അഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 2 നട്ടുകളാണ് വരുന്നത്. ആ നട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ട്രാൻസ്ഫോമർ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു കവറിനുള്ളിലാണ് ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് നമ്മളെ ആഡിയോ ബോർഡുമായിട്ട് മിക്സ് ആവാതിരിക്കാൻ ഒരു കവറിങ് കൊടുത്തേക്കാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഡേറ്റാസ്. അപ്പം ഇതൊരു 21.9 വോൾട്ട്, അതായത് 22 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പം ഇതാണ് ഇതിനകത്ത് കമ്പനി ട്രാൻസ്ഫോമർ വരുന്നത്. ഈ 22 വോൾട്ടിന് ഇതിനകത്ത് റെഗുലേറ്റിംഗ് IC-യിൽ കൊടുത്തിട്ട് 15.0.15 ബാക്കി വർക്ക് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ഫോമറിൽ നമുക്ക് 22 വോൾട്ടാണ് കിട്ടുന്നത്. അത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം പിന്നെ റെഗുലേറ്റിംഗ് IC ഉപയോഗിച്ച് 15.0.15 മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിന് പകരം വേറെ ഒരു ട്രാൻസ്ഫോമർ കണ്ടെത്താം. അപ്പം എൻ്റെ കയ്യിൽ തന്നെ പഴയ സ്പെയറുകളുടെ കൂട്ടത്തിൽ ഒരു ട്രാൻസ്ഫോമർ കിട്ടി. അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് പക്ഷേ കുറച്ച് കുറവാണ്. അതായത് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത് 18.0.18 ഇത് 22.0.22. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇതിന് 15.0.15 നമ്മുടെ ക്രോസ് ഓവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസ്ഫോമർ എന്തായാലും അതിന് മാച്ചാവും. 18 വോൾട്ട് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ ട്രാൻസ്ഫോമർ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ഫോമറിൻ്റെ ലീഡ് വയറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ ലീഡ് വയറുകളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇപ്പോൾ എടുത്ത സ്പെയർ ട്രാൻസ്ഫോമറിലോട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ സപ്ലൈ ഇൻപുട്ടിൻ്റെ 2 ലീഡുകൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതേപോലെ തന്നെ പഴയ ട്രാൻസ്ഫോമറിൻ്റെ ഒറിജിനൽ കണക്ടർ വരുന്ന വയറും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെക്കൻഡറി സൈഡിലേക്ക് കണക്ട് ചെയ്യണം. ബ്ലൂവും വൈറ്റ് സെൻറ്റർ ടാപ്പ്, അടുത്തത് ബ്ലൂ 18.0.18 അങ്ങനെയാണ് എൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ അത് നോക്കി അത് കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു കവർ വരുന്നുണ്ട്. ഇതിൻ്റെ ബോഡിയായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ കവർ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ കൂടെ തന്നെ വരുന്നതാണത്. നമ്മളത് വയർ കൊടുത്തതിന് ശേഷം അത് ഇടുമ്പോൾ പിന്നെ അത് എക്സ്പോസ് ചെയ്ത് നിൽക്കത്തില്ല വെളിയിലേക്ക്. അതിനൊരു കവറിങ്ങായി. അതിന് ശേഷം നമുക്ക് ആ പഴയ ഒറിജിനൽ അതിനകത്ത് വന്നിരുന്ന ആ ഷീൽഡ്, ആ സ്റ്റീലിൻ്റെ ഷീൽഡ് നമുക്കത് കയറ്റിയിട്ട് ആ സ്റ്റീലിൻ്റെ ആ ഷീറ്റ് നമ്മൾ പിടിപ്പിച്ചു. ഇനി അത് നമുക്ക് ക്യാബിനിലേക്ക് ഉറപ്പിക്കുകയാണ്.
നമ്മുടെ ക്രോസ് ഓവറിൻ്റെ ക്യാബിനിലേക്ക് ഉറപ്പിക്കുകയാണ്. ക്രോസ് ഓവറിൻ്റെ ക്യാബിനിൽ കറക്റ്റ് സ്പേസ് വെച്ചിട്ട് നമുക്ക് 2 നട്ട് ടൈറ്റ് ചെയ്യണം. 2 നട്ട് രണ്ടിലാണ് ഇത് ഉറപ്പിച്ചിരുന്ന് നട്ട് എടുത്ത് ഫിക്സ് ചെയ്യാണ്. രണ്ട് നെറ്റും ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോർഡിലേക്കുള്ള കണക്ഷനും പിന്നെ ഇൻപുട്ട് AC കയറുന്ന ലീഡും നമുക്ക് ആ കണക്ടറിൻ്റെ സോക്കറ്റ് പിന്നിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം 2 നട്ടുകളും ടൈറ്റ് ചെയ്യാണ്. ഇതൊരു വലിയ വർക്കൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതന്നേ ഉള്ളൂ. ഇത് സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ സർവീസ് ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. എനിക്കിത് വന്നപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫോമറാണ് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളത് ട്രാൻസ്ഫോമർ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി വയറുകളെല്ലാം കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വയർ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റിയും അതേപോലെ ട്രാൻസ്ഫോമറിന് ബോഡിയായിട്ട് എർത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് പവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമർ ഞാൻ ആൾറെഡി ചെക്ക് ചെയ്തതാണ്, എന്നാലും നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി മെയിൻ പവർ ഇൻപുട്ട് നമ്മുടെ 3 പിന്നിൻ്റെ സോക്കറ്റിൽ അവിടെ അതിൻ്റെ ബാക്കിലായിട്ടുള്ള കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. 2 വയറാണുള്ളത്. വീഡിയോ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇച്ചിരി അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. വർക്കും വീഡിയോയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. ആ 2 സ്ക്രൂ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2 റെഗുലേറ്റിംഗ് IC ആണ്. 15 വോൾട്ടിൻ്റെ -15ഉം +15ഉം ആണ് ഇതിനകത്ത് DC സപ്ലൈ. ആ DC സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. പ്രൈമറി റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അതേപോലെ എർത്തിങ്ങും നോക്കുന്നുണ്ട്. എർത്തിങ്ങൊന്നും കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ട്രാൻസ്ഫോമർ പക്കയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റിംഗ് ടൈമാണ്. പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. 3 പിൻ കൊടുത്തി സാധനം ഓണായിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പവർ സ്വിച്ചൊന്നുമില്ല, ഡയറക്റ്റ് പവർ ഓണാണ്. ഇപ്പോൾ LED ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് കത്തി നമ്മുടെ ക്രോസ് ഓവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ ഡെഡ് കണ്ടീഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ പക്കയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇതൊരു സിമ്പിൾ വർക്കാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോകൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തതിൻ്റെ ബോഡിയെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഫിക്സ് ചെയ്തതുകൊണ്ട് പവർ കുത്തി പവർ പ്ലഗ് ഇൻ ചെയ്യുന്നു, ഓണാക്കുകയാണ്. അപ്പോൾ സാധനം നമ്മുടെ DBXൻ്റെ ക്രോസ് ഓവർ പവറപ്പ് ആയിട്ടുണ്ട്. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് സക്സസ് ആയിരിക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കണം.
അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ നമുക്ക് പുതിയ വീഡിയോകൾ കാണാൻ പറ്റും. ആരും മറക്കണ്ട.